നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് സീനിൽ തീ പിടിച്ച ഒരു വീടാണ് കാണിക്കുന്നത്. അതിനു ചുറ്റും കുറെ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. ഫയർഫോഴ്സ് വന്ന് തീ അണയ്ക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അണയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവിടെ ഒരു വൻ ബ്ലാസ്റ്റ് നടക്കുന്നു. അപ്പോഴാണ് വീടിന് കുറച്ചകലെ മാറി നിന്ന് ഇതെല്ലാം ശ്രദ്ധിച്ചു നോക്കുന്ന ഒരു പയ്യനെ കാണിക്കുന്നത്. അവന്റെ കയ്യിൽ ഒരു ലൈറ്റർ ഉണ്ടായിരുന്നു. അതവൻ ഇടയ്ക്കിടെ കത്തിക്കുകയും അണയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആ സീൻ അവിടെ കട്ടായിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് സീനാണ് കാണിക്കുന്നത്. ഹുവാന്റെ സീനാണ് അടുത്തത്. അവനെ പിക്കപ്പ് ചെയ്യാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ശേഷം ഹുവാൻ തന്റെ ഫാദറിനൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് കാണുന്നത്. ഒരു പൊളിറ്റീഷ്യനായ ചാങ്ജുൻ ആയിരുന്നു ഹുവാന്റെ അച്ഛൻ. ഹുവാനെ നോക്കി അദ്ദേഹം പറയുന്നു, ഇന്ന് നിന്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ്. ഹുവാൻ അതിന് തലയാട്ടുന്നു. ഹുവാൻ ഇന്ന് തന്നെയാണ് കൊറിയയിലേക്ക് ഷിഫ്റ്റ് ആയതെന്ന് നമ്മൾ അറിയുന്നപ്പോഴാണ് ഇതിനു മുമ്പ് അവൻ യൂറോപ്പിലായിരുന്നു പഠിച്ചിരുന്നത്. അതിനിടയിൽ ചാങ്ജുന്റെ അസിസ്റ്റന്റായ ജുൻഹോ വന്ന് പറയുന്നു, സർ, അവന്റെ ഡ്രസ് ഇപ്പോൾ തന്നെ എത്തും. അപ്പോഴാണ് ഒരു ജോലിക്കാരി അവിടെ വന്ന് പറയുന്നത്, സ്കൂൾ ഡ്രസ് തയ്ക്കാൻ കൊടുത്ത ടൈലർ ഫോൺ എടുക്കുന്നില്ലെന്നും ഡ്രസ് ഇന്ന് തന്നെ വാങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ടെന്നും. ഇത് കേട്ട് അസിസ്റ്റന്റ് ജുൻഹോയ്ക്ക് ദേഷ്യം വരുന്നു. എന്നാൽ ഹുവാൻ അവനെ തടയുന്നു. ചാങ്ജുൻ പറയുന്നു, സാരമില്ല, നീ ഇന്ന് ഇങ്ങനെ തന്നെ സ്കൂളിൽ പോയിക്കോ, ഞാൻ പ്രിൻസിപ്പലോട് സംസാരിച്ചോളാം. ഹുവാൻ അതിന് ഓക്കെ പറയുന്നു. നെക്സ്റ്റ് സ്കൂൾ സീനാണ് കാണിക്കുന്നത്. ഒരു ടീച്ചർ കുട്ടികളുടെ യൂണിഫോം ചെക്ക് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഹുവാൻ അവിടേക്ക് വരുന്നത്. ടീച്ചറുടെ ശ്രദ്ധ ഹുവാന്റെ മേൽ പതിഞ്ഞപ്പോൾ അവൻ പുതിയ സ്റ്റുഡന്റ് ആണോ എന്ന് ചോദിക്കുന്നു. ഹുവാൻ തലകുനിച്ച് അതെ എന്ന് മറുപടി നൽകുന്നു. ടീച്ചർ ഹുവാനെ നേരെ പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പ്രിൻസിപ്പൽ ഓഫീസിൽ ടീച്ചറും പ്രിൻസിപ്പലും ഹുവാനും സോഫയിൽ ഇരിക്കുകയായിരുന്നു. ഹുവാൻ വളരെ ബ്രില്യന്റ് ആയ ഒരു സ്റ്റുഡന്റ് ആകുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. അവന്റെ അച്ഛനെയും മുത്തശ്ശനെയും തനിക്ക് അറിയാമെന്നും അച്ഛനെ പോലെ തന്നെ അവൻ ഒരുപാട് സക്സസ്ഫുൾ ആയ ആളാകുമെന്നും പഠനത്തിൽ നല്ല റാങ്ക് നേടുമെന്നും അദ്ദേഹം പറയുന്നു. പുതിയ അന്തരീക്ഷവുമായി അഡ്ജസ്റ്റ് ആകാൻ അല്പം ടൈം എടുക്കുമെന്ന് തനിക്കറിയാമെന്ന് പ്രിൻസിപ്പൽ പറയുമ്പോൾ ഹുവാൻ തലയാട്ടുന്നു. അപ്പോൾ ടേബിളിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോയിലേക്ക് ഹുവാന്റെ കണ്ണുപോയെങ്കിലും അവൻ ഒന്നും മിണ്ടാതെ ഓഫീസിന് പുറത്തേക്ക് വരുന്നു. പുറത്തു വന്നപ്പോൾ സക്സസ്ഫുൾ ആയ ആളുകളുടെ ഫോട്ടോകൾക്കിടയിൽ തന്റെ അച്ഛന്റെ പിക്ചറും അവൻ കാണുന്നു. പ്രിൻസിപ്പൽ പറഞ്ഞ കാര്യങ്ങൾ അവന് ഓർമ്മ വരുന്നു. തുടർന്ന് ഹുവാൻ ടീച്ചറുടെ കൂടെ ക്ലാസ് റൂമിലേക്ക് എൻറ്റർ ചെയ്യുന്ന സീനാണ് കാണിക്കുന്നത്. ടീച്ചർ ഹുവാനെ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് കുട്ടികൾ ഹുവാന്റെ അടുത്ത് വന്ന് അവനെക്കുറിച്ച് ചോദിക്കുന്നു. അങ്ങനെ ക്ലാസ് കഴിയുന്നു. ക്ലാസ് കഴിഞ്ഞ ശേഷവും ഹുവാൻ ഒറ്റയ്ക്കിരുന്ന് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുകയായിരുന്നു. സ്കൂൾ ടൈമിന് ശേഷം അവൻ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്നു. അവൻ പോകുമ്പോൾ അസിസ്റ്റന്റ് വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇത് കാണുന്ന മറ്റു കുട്ടികൾ അവനൊരു റിച്ച് ഫാമിലിയിലെ കുട്ടിയാണെന്ന് പറയുകയും അസിസ്റ്റന്റിനെ ഡ്രൈവർ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. താൻ ഡ്രൈവർ അല്ലെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് ദേഷ്യപ്പെടുകയും അവർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. വഴിയിൽ വെച്ച് തനിക്കൊരു ബൈക്ക് വേണമെന്ന് വണ്ടിയിലിരുന്ന് ഹുവാൻ പറയുന്നു. എന്നാൽ വീട്ടുകാർക്ക് അത് ടെൻഷനാകുമെന്ന് അസിസ്റ്റന്റ് പറയുമ്പോൾ താൻ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോയിരുന്നത് ബൈക്കിലാണെന്ന് ഹുവാൻ പറയുന്നു. അസിസ്റ്റന്റ് അതിനൊക്കെ പറയുന്നു. മറ്റൊരു സീനിൽ ഒരു പയ്യൻ കാറുകൾ കഴുകുന്നത് കാണിക്കുന്നു. അവിടെ വരുന്ന എല്ലാ കാറുകളും അവൻ ക്ലീൻ ചെയ്യുന്നു. ജോലിക്ക് ശേഷം തന്റെ സാലറി വാങ്ങുന്നു. അപ്പോൾ ഷോപ്പുടമ ചോദിക്കുന്നു, ഇന്ന് ഈ പണം നീ എന്തിനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്? നിന്റെ സുഖമില്ലാത്ത അച്ഛനോ അതോ അനിയന്മാർക്കോ വേണ്ടിയോ? ആ പയ്യനൊന്നും മിണ്ടാതെ അവിടെ നിന്നിറങ്ങി പോകുന്നു. പുറത്ത് മറ്റൊരു പയ്യൻ അവനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, കിം ജോആൻ. അവൻ പറയുന്നു, ഇന്ന് എന്റെ കയ്യിൽ 2000 വോൺ ഉണ്ട്. തുടർന്ന് അവർ രണ്ടുപേരും ഫുഡ് കഴിക്കാൻ ഒരു കൺവീനിയൻസ് സ്റ്റോറിലേക്ക് പോകുന്നു. പണം ജോആൻ ആയിരുന്നു പേ ചെയ്തത്. എന്നാൽ ദോങ്ഹാവോ പറയുന്നു ഇന്ന് തനിക്കും എമൗണ്ട് കിട്ടിയിട്ടുണ്ടെന്നും താൻ പേ ചെയ്യാമെന്നും. എന്നാൽ ജോആൻ അതിന് സമ്മതിക്കാതെ പണം നൽകുന്നു. അവർ ഫുഡുമായി സ്റ്റോറിൽ നിന്ന് പുറത്തിറങ്ങി കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടക്കുന്നു. വഴിയിൽ ഹുവാന്റെ വീട് വരുന്നത് കണ്ട് അവർ പറയുന്നു, ഇത് എത്ര വലിയ വീടാണ്. അപ്പോൾ വീടിനുള്ളിലെ സീനാണ് കാണിക്കുന്നത്. ഹുവാൻ കുറെ ഫോട്ടോസ് നോക്കുകയായിരുന്നു. അത് നോക്കുമ്പോൾ അവന് കുറെ മെമ്മറീസ് ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് സൈഡിലിരിക്കുന്ന ഒരു ബോക്സ് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് ഓപ്പൺ ചെയ്തപ്പോൾ അതിലൊരു ക്യാമറയുണ്ടായിരുന്നു. അത് കണ്ട് ചില കാര്യങ്ങൾ ഓർത്തെടുക്കുന്ന അവൻ ക്യാമറയിലെ റെക്കോർഡിംഗ് ടിവിയുമായി കണക്ട് ചെയ്ത് കാണാൻ തുടങ്ങുന്നു. അവന്റെ മമ്മ റെക്കോർഡ് ചെയ്ത അവന്റെ ചൈൽഡ്ഹുഡ് വീഡിയോ ആയിരുന്നു അത്. അതിൽ മമ്മിയുടെ ചെറിയൊരു ഗ്ലിംസ് അവൻ കാണുന്നു. മമ്മിയുടെ ഫേസ് കാണാനായി അവൻ ആ റെക്കോർഡിംഗ് വീണ്ടും വീണ്ടും ബാക്ക് അടിച്ച് കാണുന്നു. എന്നാൽ മമ്മിയുടെ പകുതി ഫേസ് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അവൻ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു. അതേസമയം പുറത്ത് ദോങ്ഹാവോയും ജോആനും ആ വീടിനുള്ളിലേക്ക് എത്തിനോക്കുകയായിരുന്നു. ഇത്തരം വലിയ വീടുകളുടെ ഉള്ളിൽ പട്ടികളൊക്കെ വെയിറ്റിംഗിൽ ഉണ്ടാകും എന്ന് അവർ പറയുന്നു. ജോആൻ താഴെ നിന്ന് ഉള്ളിലേക്ക് നോക്കാൻ ട്രൈ ചെയ്യുന്നു. ഒന്നും കാണാതായപ്പോൾ അവൻ മതിൽ ചാടി മറുവശത്തേക്ക് കടക്കാൻ നോക്കുന്നു. താഴെ ഇറങ്ങാൻ ദോങ്ഹാവോ പറയുന്നുണ്ടെങ്കിലും ജോആൻ അത് കേൾക്കാതെ ചാടുന്നു.
ഡോങ് ഹാവോ വിളിക്കുന്നുണ്ടെങ്കിലും ജോവാൻ റെസ്പോണ്ട് ചെയ്യാത്തതിനാൽ അവൻ പേടിച്ച് സ്വയം മതിൽ ചാടി അപ്പുറത്തേക്ക് പോകുന്നു. അപ്പുറത്തെത്തിയപ്പോൾ അവന്റെ മുന്നിൽ ഹുവാൻ നിൽക്കുന്നത് കാണുന്നു. അവൻ ജോവാനെ നോക്കുമ്പോൾ അവൻ ഡോർ തുറന്ന് അവിടെയൊക്കെ എന്തോ സെർച്ച് ചെയ്യുകയായിരുന്നു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഹുവാനെ കാണുന്നു. അവരെ രണ്ടുപേരെയും കണ്ട് ഹുവാൻ പെട്ടെന്ന് തന്നെ പോലീസിനെ കോൾ ചെയ്യുന്നു. ഡോങ് ഹാവോ അത് തടയാൻ നോക്കുകയും പ്രോബ്ലം ഒന്നുമില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഹുവാൻ അത് കേൾക്കാതെ പോലീസിനെ വിളിക്കുന്നു. പോലീസ് വന്ന് അവരെ രണ്ടുപേരെയും വഴക്കു പറയുകയും അവർ നോർമൽ ഫാമിലിയിലെ കുട്ടികളാണെന്നും അങ്ങനെ പോലീസ് അവരെ വിട്ടയക്കുന്നു. എന്നാൽ ഹുവാൻ അകത്ത് ചെന്നിരിക്കുമ്പോൾ വീണ്ടും കോളിംഗ് ബെൽ അടിക്കുന്നു. ഇന്റർകോമിൽ നോക്കുമ്പോൾ പുറത്ത് ജോവാനും ഡോങ് ഹാവോയുമായിരുന്നു. ഉള്ളിലേക്ക് ചാടിയപ്പോൾ തന്റെ സാലറിയുടെ എൻവലപ്പ് ഉള്ളിൽ വീണുപോയെന്ന് ഡോങ് ഹാവോ പറയുന്നു. എന്നാൽ ഹുവാൻ അത് വിശ്വസിക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നോ പറയുന്നു. ഇതിൽ ദേഷ്യം വന്ന ജോവാൻ ചോദിക്കുന്നു, ചെക്ക് ചെയ്ത് പോലും നോക്കാതെ നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും? ദേഷ്യപ്പെടുന്ന ജോവാനെ ഡോങ് ഹാവോ അവിടെ നിന്ന് വലിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നാലും ജോവാൻ വിട്ടുകൊടുക്കാതെ വീണ്ടും മതിൽ ചാടാൻ ട്രൈ ചെയ്യുന്നു. ഇത്തവണയും ഹുവാൻ അവരെ കാണുകയും വീണ്ടും പോലീസിനെ വിളിക്കുകയും ചെയ്യുന്നു. ഇത്തവണ പോലീസ് വന്ന് അവരെ തല്ലിക്കൊണ്ട് ചോദിക്കുന്നു, ഒരു വട്ടം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ലേ, എന്തിനാണ് വീണ്ടും മതിൽ ചാടുന്നത്? ഡോങ് ഹാവോയുടെ പാർട്ട് ടൈം ജോലിയുടെ സാലറി എൻവലപ്പ് ഉള്ളിൽ വീണിട്ടുണ്ടെന്ന് ജോവാൻ പറയുമ്പോൾ പോലീസ് ഹുവാനെ നോക്കി ഉള്ളിൽ എന്തെങ്കിലും എൻവലപ്പ് വീണിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഹുവാൻ വീണ്ടും ഇല്ലെന്ന് പറയുന്നു. ഇത് കേട്ട് ജോവാൻ വീണ്ടും ചൂടാകുന്നു. ഇവൻ ചെക്ക് ചെയ്യാതെയാണ് പറയുന്നത്. എന്നാൽ പോലീസ് ജോവാനോട് ദേഷ്യപ്പെടുന്നു. മതി നിർത്ത്, അവൻ നിന്റെ എൻവലപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് അയക്കുന്നു. എന്നാൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഡോങ് ഹാവോ ഹുവാന്റെ മുന്നിൽ തലകുനിച്ച് പറയുന്നു, ജോവാൻ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടിയാണ്. എന്റെ പാർട്ട് ടൈം ജോലിയുടെ സാലറി എൻവലപ്പ് മിസ്സായി, അത് ഉള്ളിൽ വീണിട്ടുണ്ടാകും എന്ന് കരുതിയാണ് അവൻ ചെക്ക് ചെയ്യാൻ വന്നത് എന്ന് പറഞ്ഞ് അവനും അവിടെ നിന്ന് പോകുന്നു. അവന്റെ വാക്കുകൾ കേട്ട് ഹുവാൻ ആലോചിക്കുകയും അകത്തുപോയി ആ പ്ലേസ് ചെക്ക് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അവന് അവിടെ നിന്ന് ആ എൻവലപ്പ് കിട്ടുന്നു. അവൻ വേഗത്തിൽ പുറത്തേക്ക് ഓടിവരുന്നു ഡോങ് ഹാവോയ്ക്ക് ആ എൻവലപ്പ് കൊടുക്കാൻ. എന്നാൽ പോഴേക്കും അവർ അവിടെ നിന്ന് പോയിരുന്നു. പെട്ടെന്ന് അവൻ സൈഡിലേക്ക് നോക്കുമ്പോൾ തന്റെ സൈക്കിൾ അവിടെ കാണാനില്ല. അത് കണ്ട് അവന്റെ കണ്ണ് തള്ളുന്നു. നീ ചെയ്തത് ശരിയായില്ല, ഇനി കാണാം എന്ന ജോവാന്റെ വാക്കുകൾ അവന് ഓർമ്മ വരുന്നു. ജോവാൻ തന്നെയാണ് തന്റെ സൈക്കിൾ അടിച്ചുകൊണ്ട് പോയതെന്ന് അവന് തോന്നുന്നു.